നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൽ സൂപ്പർ 8 ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിക്കാനിറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യൻ ടീമിന് ഗുണകരമാവില്ല. കാരണം ഈ കളി ഏത് ടീം തോൽക്കുന്നു അവർക്ക് ബാക്കി 2 മത്സരങ്ങളും മസ്റ്റ് വിൻ സിറ്റുവേഷൻ ആവും. എന്നിട്ടും സെമി ഫൈനൽ ഗ്യാരണ്ടീഡ് അല്ലാത്ത അവസ്ഥയുണ്ടാകും. ഇന്ന് 2 മത്സരങ്ങളുണ്ട്. ഒന്ന് ഇംഗ്ലണ്ടും ശ്രീലങ്കയും തമ്മിലാണ്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരം രാത്രി 7 മണിക്ക് അഹമ്മദാബാദിലാണ്. അപ്പോൾ ഈ 2 ടീമുകൾ തമ്മിൽ കഴിഞ്ഞ ICC T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടിയ ഓർമ്മകളുണ്ടല്ലോ. പലരും ഈ മത്സരത്തെ ഫൈനലിന് മുമ്പുള്ള ഫൈനൽ എന്ന രൂപത്തിലൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൗണ്ട് അത്രയധികം അനുഭവം ഉള്ളൊരു ഗ്രൗണ്ടാണ്. കാരണം ഏത് പ്രധാനപ്പെട്ട ടൂർണമെൻറ്റ് വന്നാലും ഏത് പ്രധാനപ്പെട്ട സീരീസ് നടന്നാലും അതിലെ തുടക്കത്തിലെയോ അവസാനത്തിലെയോ ഒക്കെ മത്സരം ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നടക്കാറുള്ളത്. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് പോയപ്പോൾ ഈ കണ്ടീഷനെ കുറിച്ച് ഏതാണ്ട് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. കാരണം സൗത്ത് ആഫ്രിക്ക ഈ ഗ്രൗണ്ടിലാണ് അവരുടെ T20 വേൾഡ് കപ്പിലെ മത്സരങ്ങളിൽ അധികവും കളിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ 2 ടീമും കണ്ടീഷൻസിനോട് താതാത്മ്യം പ്രാപിച്ചിറങ്ങുകയാണ്. മികച്ചൊരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ ടീമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാറ്റമുണ്ടാകും, പക്ഷേ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ വാഷിങ്ടൺ സുന്ദറിന് അവസരം കൊടുത്തിരുന്നു അക്സർ പട്ടേലിനെ റെസ്റ്റ് ചെയ്യിച്ചുകൊണ്ട്. അക്സർ പട്ടേൽ തിരികെ എത്തും, പ്ലേയിങ് ലെവലിലേക്ക് അക്സർ പട്ടേൽ എത്തും. പക്ഷേ സഞ്ജു സാംസൺ വരുമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും മലയാളി ക്രിക്കറ്റ് പ്രേമികൾ ഇങ്ങനെ ഉന്നയിക്കുന്നതാണ്. നിലവിലെ സാഹചര്യം അനുസരിച്ച് അതിന് സാധ്യതയില്ല എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 3 കളികളിൽ കളിക്കാൻ ഇറങ്ങിയപ്പോഴൊക്കെ ഡെക്കായിട്ടുണ്ട് ഈ T20 വേൾഡ് കപ്പിൽ അഭിഷേക് ശർമ്മ. പക്ഷേ അദ്ദേഹം തന്നെ ഓപ്പണറായിട്ട് ഇഷാൻ കിഷനൊപ്പം തുടരും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സൂര്യ നല്ല രൂപത്തിൽ അഭിഷേകിന് പിന്തുണ കൊടുക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു മാറ്റം നിലവിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇന്ത്യയുടെ ഒരു പ്രോബബിൾ ലെവലിലേക്ക് പോയാൽ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, ശിവൻ ദ്യൂബെ, അക്സർ പട്ടേൽ, അർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ പ്ലേയിങ് 11. അതേസമയം സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് ലുങ്കി എങ്കിഡിയെ കഴിഞ്ഞ കളിയിൽ അവർ റെസ്റ്റ് ചെയ്യിച്ചിരുന്നു. കാഗിസോ റബാദയ്ക്ക് ഫുൾ റിതം കിട്ടുക എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അവർക്ക് ഇമ്പോർട്ടൻറ്റുമായിരുന്നു. ഇപ്പോൾ അൻറിക് നോർക്കിയ, കാഗിസോ റബാദ, ലുങ്കി എങ്കിഡി 3-ൽ 2 പേസർമാർ കളിക്കാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. പിന്നെ ഈ ഗെയിം ഒരു നൈറ്റ് ഗെയിമാണ്. സോ കോർബിൻ ബോഷിന് ലിൻഡയേക്കാൾ കൂടുതൽ അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രോബ്ലം ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഏഡൻ മാർക്രം, കിൻഡൻ ഡി കോക്ക്, റയാൻ റിക്കിൽട്ടൺ, ഡേവൽഡ് ബ്രവിസ്, ട്രിസ്റ്റൻ സ്റ്റെപ്സ്, ഡേവിഡ് മില്ലർ, മാർക്കോ യെൻസൻ, കോർബിൻ ബോഷ്, കേശവ് മഹാരാജ്, കാഗിസോ റബാദ ഓർ അൻറിക് നോർക്കിയ, ദെൻ നമ്പർ 11 ലുങ്കി എങ്കിഡി. പിച്ചിൻ്റെ ഒരു സ്വഭാവം നോക്കിയാൽ നമുക്കറിയാം അഹമ്മദാബാദിലെ നൈറ്റ് ഗെയിംസ് ഹൈ സ്കോറിങ് ആൻഡ് ചേസ് ഫ്രണ്ട്ലി മത്സരങ്ങളായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. ഇന്ത്യ ഇവിടെ നെതർലൻഡ്സിനെതിരെ കളിച്ചിരുന്നു. അത് ബ്ലാക്ക് സോയിലായിരുന്നു. അത് സ്ലോനെസ് സർഫേസിലുണ്ടായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. ഈ മാച്ചും ബ്ലാക്ക് സോയിലായിരിക്കും കളിക്കുക. എന്തായാലും റണ്ണ് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സ്റ്റിൽ ടോസ് കിട്ടുന്ന ക്യാപ്റ്റന്മാർ ചേസ് ചെയ്യാൻ ഉള്ള ഒരു തീരുമാനമെടുക്കാൻ തന്നെയാണ് സാധ്യത. 34 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു ചൂടൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വാമായിട്ടുള്ള ഒരു നൈറ്റ് നല്ലൊരു മത്സരം കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ICC T20 വേൾഡ് കപ്പിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നേരിട്ടിട്ടുള്ള ഹെഡ് ടു ഹെഡിൻ്റെ കണക്കെടുത്താൽ 5-2 ഇന്ത്യയാണ് മുന്നിൽ. അപ്പോൾ അത് തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. മികച്ചൊരു വിജയം നമ്മൾ ഇന്നത്തെ ദിവസം അഹമ്മദാബാദിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സംഭവിക്കട്ടെ. സൂപ്പർ 8 കുതിപ്പ് തുടരാൻ ടീം ഇന്ത്യക്ക് കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.